ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ നാമം ഈ സന്ധിയിങ്കൽ വാഴ്ത്തപ്പെടട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ഉള്ള സ്നേഹവും വന്ദനങ്ങളും എല്ലാവർക്കും ആദരവോടുകൂടി അറിയിക്കുന്നു. ഇന്ന് ബുധനാഴ്ച നമ്മുടെ സമയത്തിന് നേരത്തെ തന്നെ ജോയിൻ ചെയ്തതിൽ എല്ലാവർക്കും പ്രത്യേകാൽ നന്ദിയും അറിയിക്കുന്നു. നമുക്ക് തിരുവെഴുത്തുകൾ പഠിക്കുവാനായിട്ട് ലഭിക്കുന്ന വിലയേറിയ അവസരത്തിനായി ദൈവത്തെ പിന്നെയും ഞാൻ വാഴ്ത്തുകയാണ്. നിങ്ങളും അതിന് കാണിക്കുന്ന ഉത്സാഹത്തിനായി ദൈവത്തിന് സ്തോത്രവും നിങ്ങളേവർക്കും നന്ദിയും അറിയിക്കുന്നു. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ രാജ്യത്തെക്കുറിച്ചാണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് ഈ പഠനത്തിന് ആധാരം. പ്രത്യേകിച്ച് അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ നിന്ന് ഒരു കാര്യം കണ്ടത്. ഒന്നും കൂടെ നമുക്ക് ആ 4-ാം വാക്യം വായിക്കാം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. സ്തോത്രം. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ പഴയ നിയമത്തിൽ ഉടനീളം ഉൽപ്പത്തി പുസ്തകം മുതലേ ഈ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചുള്ള രേഖകൾ, സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ 1000 ആണ്ട് എന്ന ഒരു കാലക്കണക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് പഴയ നിയമത്തിൽ നിന്നും ലഭിക്കാത്തത്. അത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ബാക്കി പഴയ നിയമത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന യഹൂദനുമായുള്ള ബന്ധത്തിൽ, യഹൂദന്റെ വീണ്ടെടുപ്പുമായുള്ള ബന്ധത്തിൽ വളരെ തെളിവോടെ വരച്ചു കാട്ടിയിരിക്കുന്ന വസ്തുതയാണ് മശിഹ സാമ്രാജ്യം എന്നുള്ളത്. മെസ്സിയാനിക് റൂൾ, മെസ്സിയാനിക് കിങ്ഡം, മെസ്സിയാനിക് reign. These are very much explicit in the Old Testament. Only thing lacking in the Old Testament about this millennium is the number of years. That is found only in Revelation 20. നമ്മൾ അതേക്കുറിച്ചാണ് കണ്ടത്. ഇന്ന് രാവിലെയും ഒരു ചോദ്യം എനിക്ക് ലഭിച്ചു. പുതിയ നിയമത്തിൽ നമുക്ക് 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചുള്ള പ്രധാന സൂചനകളൊന്നും ഇല്ലല്ലോ എന്ന്. ചിലത് നമ്മൾ റെഫറൻസ് എഴുതിയിട്ടുണ്ട്. എന്നാൽ അതല്ലാതെ പ്രത്യേകിച്ച് ലേഖനങ്ങളിലോ യേശുക്രിസ്തുവിൻ്റെ പ്രസംഗങ്ങളിലോ നമ്മളതിനെക്കുറിച്ചുള്ള പ്രത്യേകിച്ച് ലേഖനങ്ങളിൽ രേഖകൾ കാണുന്നില്ല. അതിനുള്ള പ്രധാന കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എങ്കിലും ഒന്നും കൂടെ ഓർപ്പിക്കുന്നു എന്ന് മാത്രം. ദൈവസഭയുടെ ലക്ഷ്യമായിരുന്നില്ല, അല്ലെങ്കിൽ അല്ല 1000 ആണ്ട് വാഴ്ച എന്നുള്ളത്. Even though this idea, this teaching, this anticipation is very much clear in the Old Testament, the New Testament speaks very less about this reign, except
from Revelation. Why? Because the goal of the church is not a physical, material, literal reign on this earth, including millennium. But instead, the New Testament focuses on eternity with Christ. And second, the New Testament focuses union with Christ. Thirdly, New Testament is very much centered on Christ-likeness of the church. പുതിയ നിയമത്തിൽ നമുക്ക് 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചുള്ള സൂചനകളൊന്നും പ്രത്യേകിച്ച് ലേഖനങ്ങളിൽ കാണുവാൻ കഴിയില്ല. കാരണം ദൈവസഭയ്ക്ക് മുമ്പിൽ കർത്താവ് വെച്ചിരിക്കുന്നത് 1000 ആണ്ട് എന്ന ഒരു ഈ ഭൂമിയിലെ അക്ഷരീയ രാജ്യത്തെക്കുറിച്ചല്ല, ക്രിസ്തുവിനോടൊപ്പമുള്ള നിത്യതയാണ് പുതിയ നിയമത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രബിന്ദു എന്നുള്ളത്. രണ്ട്, I'm repeating the same. In the New Testament, or especially in the epistles, we don't have a clear-cut or even a connotation about millennial reign of Christ on this earth. It is because 3 reasons. One, the focus of the church in the New Testament is not a material kingdom or a literal or a physical kingdom on this earth, even in the form of millennium. But instead, the New Testament focuses on eternity with Christ. And thirdly, New Testament anticipates a Christ-likeness. Christ-likeness. And second one was, in English, I shared 4 things. One, it is not literal kingdom, but instead an eternity with Christ, or eternity. And next one is a life with Christ. Life with Christ. And next is Christ-likeness. A life becoming like Christ. I think you got it. പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് ലേഖനങ്ങളിൽ നമുക്ക് ഈ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചുള്ള സൂചനകൾ ഇല്ലാതിരിക്കുന്നതിന് കാരണം 1000 ആണ്ട് ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയിൽ പോലും അക്ഷരീയമായി ഭൂമിയിൽ ഭൗതിക വാഴ്ച നടത്തുന്നതിനെ കുറിച്ച് പുതിയ നിയമം ദൈവസഭയ്ക്ക് അല്ലെ ദൈവസഭയുടെ മുമ്പിൽ പ്രതീക്ഷയോ പ്രത്യാശയോ വയ്ക്കുന്നില്ല. മറ്റൊന്ന്, സഭയുടെ മുമ്പിൽ പുതിയ നിയമം വയ്ക്കുന്ന ലക്ഷ്യം നിത്യതയാണ്, ഇറ്റേണിറ്റി. ആ നിത്യത ക്രിസ്തുവിനോടൊപ്പമുള്ള വാസമാണ്, അല്ലെങ്കിൽ ക്രിസ്തു തന്നെ നമ്മുടെ ലക്ഷ്യമായി തീരുക. The key focus of the New Testament is Christ himself, and that's why we, according to Philippians 3:14, seen that we have a mark to reach,
and a prize to receive, a mark to reach. Paul says, I am pressing towards the mark that I may receive the prize. So mark and prize. Actually, the mark and the prize both are Christ himself. ഫിലിപ്പിയർ 3:14 നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ മുൻപിൽ ഒരു ലാക്കും ആ ലാക്കിലെത്തിയാൽ ഒരു വിരുദും വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ച ലാക്കെന്ന് പറയുന്നതും ക്രിസ്തുവാണ്, വിരുദ് എന്ന് പറയുന്നതും ക്രിസ്തുവാണ്. The mark we have to reach is also Christ, and the prize we will receive same. അതുകൊണ്ട് നമ്മുടെ ലാക്കും നമ്മുടെ വിരുദും, വിരുദ് എന്ന് പറഞ്ഞ സമ്മാനം, നമ്മുടെ ലാക്കും വിരുദും ഇത് രണ്ടും ക്രിസ്തു തന്നെ. അതും ഈ 1000 ആണ്ട് വാഴ്ചയിൽ ഭൂമിയിലുള്ള ഒരു വാസത്തെ കുറിച്ചല്ലതാനും അല്ലതാനും. പിന്നെ നമ്മുടെ സഭയ്ക്ക് മുമ്പിൽ തിരുവെഴുത്ത് വയ്ക്കുന്ന ലക്ഷ്യം ക്രിസ്തുവിനോട് സദൃശന്മാരാവുക, ക്രിസ്തുവിന്റെ മഹത്വത്തെ പ്രാപിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിനോട് സദൃശന്മാരാവുക, ക്രിസ്തുവിന്റെ തേജസ് അഥവാ മഹത്വത്തെ പ്രാപിക്കുക. അതുകൊണ്ട് അതിനേക്കാൾ കുറഞ്ഞതൊന്നും തന്നെ, സ്തോത്രം, പുതിയ നിയമം സഭയുടെ മുമ്പിൽ വയ്ക്കുന്നില്ല. അതുകൊണ്ടാണ് 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പോലും അപ്പോസ്തലന്മാരാരും ആ നിലയിൽ സഭയോട് പറയാതിരുന്നത്. കാരണം 1000 ആണ്ട് വാഴ്ച നമുക്ക് വേണ്ടി ഉള്ളതേ അല്ല. 1000 ആണ്ടിന്റെ താമസം നമുക്ക് വേണ്ടി ഉള്ളതേ അല്ല. The key purpose is not the church in the millennium. അത് മനസ്സിലാക്കണമല്ലോ. പഴയ നിയമത്തിൽ നമ്മൾ കണ്ടു ധാരാളം പ്രവചനങ്ങൾ ഇതേ സംബന്ധിച്ചുണ്ട്. കാരണം almost all the blessings in the Old Testament were material and literal. പഴയ നിയമത്തിൽ ഇസ്രായേലിന് നൽകപ്പെട്ട വാഗ്ദത്തങ്ങൾ അധികവും ഭൗതികമായിരുന്നു, അക്ഷരീയമായിരുന്നു. എന്നാൽ ആ വാഗ്ദത്തം ചെയ്യപ്പെട്ടതുപോലെ ഇതുവരെ അവർക്ക് കാര്യങ്ങൾ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് അവ ഈ ഭൂമിയിലെ വാസത്തിൽ തന്നെ അവർക്ക് പൂർണ്ണ അളവിൽ ലഭ്യമാക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽപ്പെട്ടതാണ്, നീതിയിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അവർക്ക് അവരുടെ രാഷ്ട്ര രൂപീകരണത്തിന്റെ തുടക്കം മുതൽ നൽകപ്പെട്ട വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടുക എന്നത് അനിവാര്യമായിരുന്നു. അതിനുവേണ്ടിയാണ്, അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ്, അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് യഹൂദന് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി ഈ 1000 ആണ്ട് വാഴ്ച കർത്താവ് അക്ഷരീയമായ ലോകത്തിൽ തന്നെ നടത്തുന്നത്. സ്തോത്രം. But even from the very beginning of the formation of the nation of Israel, God had promised them
many blessings, and their blessings were mainly material and temporal. Material and temporal. But according to those divine promises, so far, they have not yet received the promises. And therefore, this is the time of millennium. This is the time God fulfills those promises literally made with the forefathers, the patriarchs of Israel. That's why over and over again, God had promised them in the Old Testament. പഴയ നിയമത്തിൽ അങ്ങനെ ആവർത്തിച്ച് യഹൂദന് ആ വാഗ്ദത്തം കൊടുക്കുവാനുള്ള കാരണം ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത ഏതാണ്ട് എല്ലാ അനുഗ്രഹങ്ങളും തന്നെ അക്ഷരീയമായിരുന്നു. അതിന്റെ പൂർത്തീകരണം സഹസ്രാബ്ദത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് മാറി മാറി വന്ന പ്രവാചകന്മാരിലൂടെ ദൈവം ആ കാര്യങ്ങൾ അവരെ അറിയിച്ചുകൊണ്ടിരുന്നു എന്ന് മാത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒന്നും ഉണ്ടോ ചോദ്യങ്ങൾ? പാസ്റ്റർ, അപ്പം ഈ ഇതിന് ഇപ്പൊ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിന്, അതായത് പഴയ നിയമത്തിലുള്ള പ്രോമിസസിന്റെ ഫുൾഫില്ലിംഗ് ഡ്യൂറിങ് മില്ലനിയൽ കിങ്ഡം ഫോർ ദ ജ്യൂസ്, അങ്ങനല്ലേ പാസ്റ്റർ പറഞ്ഞേ? കേൾക്കാമോ? യഹൂദന് ദൈവം വാഗ്ദത്തം ചെയ്തത് അക്ഷരീയമായിട്ടുള്ള ഭൗതികമായ വാഗ്ദത്തങ്ങളായിരുന്നു. അവയുടെ ആത്യന്തിക പൂർത്തീകരണം സഹസ്രാബ്ദത്തിലാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അല്ല അതിന് വല്ല റെഫറൻസ് വല്ലതും ഉണ്ടോ? എല്ലാം തന്നെ നമ്മൾ ഈ എടുത്ത പഴയ നിയമത്തിലെ എല്ലാ വാഗ്ദത്തങ്ങളും ഇപ്പം സഹസ്രാബ്ദത്തിന് വേണ്ടി നമ്മൾ കണ്ട ഒത്തിരി വാഗ്ദത്തങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം തൊട്ടിങ്ങോട്ട്, ഉൽപ്പത്തി 12-ൽ അബ്രഹാമിനെ വിളിക്കുന്ന സമയത്ത് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ ഉൾപ്പെടെ, അബ്രഹാമിന് കൊടുത്ത പ്രധാന 2 വാഗ്ദത്തങ്ങളിൽ ഒന്നായിരുന്നു ദേശത്തിന്റെ വാഗ്ദത്തം. അത് അക്ഷരീയമായി പൂർത്തീകരിക്കപ്പെടുവാൻ പോകുന്നത് ആരും ഇനി അവരെ അവിടുന്ന് ഓടിച്ചു കളയാതെ, വേറെ ആരും അത് അവകാശമാക്കാതെ, അവരെ അടിമപ്പെടുത്താതെ അവർക്ക് തന്നെ ആ വാഗ്ദത്തം ചെയ്ത മുഴു പ്രദേശവും ലഭിക്കാൻ പോകുന്നത് സഹസ്രാബ്ദത്തിലാണ്. അങ്ങനെ ഉൽപ്പത്തി 12-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് ഇസ്രായേലിന്റെ രാഷ്ട്ര രൂപീകരണ സമയത്ത് കൊടുത്ത വാഗ്ദത്തങ്ങൾ ഉൾപ്പെടെയുള്ളതല്ല. അതിനുവേണ്ടിയുള്ള ധാരാളം റെഫറൻസുകളാണ് നമ്മൾ യെശയ്യാവിൽ നിന്നും യിരെമ്യാവിൽ നിന്നും സഖരിയാവ്, സഫന്യാവ്, യഹസ്കേൽ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ എഴുതിയതും വായിച്ചതെല്ലാം അതിനുള്ള റെഫറൻസുകളാണ്. ഉൽപ്പത്തി 49-ാം അധ്യായത്തിൽ നിന്നും നമ്മൾ വായിച്ചിരുന്നു, യാക്കോബ് മരിക്കുന്നതിന് മുമ്പ് മക്കളെ ഓരോരുത്തരെ വിളിച്ച് അവരുടെ ഭാവി സംബന്ധിച്ച് അനുഗ്രഹിച്ചപ്പോൾ യഹൂദയോട് പറഞ്ഞ കാര്യം, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകുകയില്ല. ഇതെല്ലാം ആ കൊടുത്ത വാഗ്ദത്തങ്ങളാണ്. അബ്രഹാമ്യ സന്തതി ദേശത്തെ അവകാശമാക്കുന്നതിനെ കുറിച്ച്, പിന്നിങ്ങോട്ട് വരുമ്പോൾ ദാവീദ്യ ഉടമ്പടിയിൽ ദാവീദിന്റെ സന്തതി രാജാസനം അവകാശമാക്കുന്നതിനെ കുറിച്ച്, ഇങ്ങനെ പോകുന്നു ആ വാഗ്ദത്തങ്ങൾ.
മറ്റെന്തെങ്കിലും? ഒന്നുമില്ല. ശരി. അപ്പോൾ സഹസ്രാബ്ദം, മുൻപും സഹസ്രാബ്ദത്തെ സംബന്ധിച്ച് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ലഭിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. പല പ്രാവശ്യം സഹസ്രാബ്ദത്തെ സംബന്ധിച്ച സംശയങ്ങൾ പലരും ചോദിച്ചിരുന്നു. അപ്പൊ നമ്മൾ ഇന്നലെ ഏറ്റവും ഒടുവിൽ നോക്കിക്കൊണ്ടിരുന്നത് സഹസ്രാബ്ദ ദേവാലയത്തിൽ ആചരിക്കപ്പെടുന്ന ഉത്സവങ്ങളെ കുറിച്ചായിരുന്നു. യഹൂദന് 3 ഉത്സവകാലങ്ങളിലായി 7 ഉത്സവങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. God had commanded 3 festival seasons, 3 annual festival seasons, and 7 festivals for Israel. But we saw in Ezekiel that 2 of them will be reinstated. We don't have any idea about the others. Since they are not mentioned, we are forced to think that they may not be practiced. 3 ഉത്സവ കാലങ്ങളിലായി 7 ഉത്സവങ്ങളാണ് ദൈവം ഇസ്രായേലിന് കൽപ്പിച്ചിരുന്നത് മോശ മുഖാന്തരം. 3 festival seasons and 7 festivals. എന്നാൽ അതിൽ 2 എണ്ണമാണ് ഈ സഹസ്രാബ്ദ ദേവാലയത്തോടനുബന്ധിച്ച് ആചരിക്കപ്പെടുന്നതായി നമ്മൾ കാണുന്നത്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. എക്സോഡസ് 23 verse 14. സംവത്സരത്തിൽ 3 പ്രാവശ്യം എനിക്ക് ഉത്സവം ആചരിക്കണം. സംവത്സരത്തിൽ 3 പ്രാവശ്യം എനിക്ക് ഉത്സവം ആചരിക്കണം. അപ്പം ഇതാണ് 3 ഫെസ്റ്റിവൽ സീസൺസ് എന്ന് പറയുന്നത്. 3 പ്രാവശ്യം. This is annual festival seasons. അപ്പം ആ 3 ഉത്സവ കാലങ്ങളിൽ ആചരിക്കേണ്ട ഉത്സവങ്ങൾ 7 എണ്ണത്തെ കുറിച്ച് നമുക്ക് ലേവ്യ പുസ്തകം 23-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. അവയിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. Leviticus chapter 23 speaks about the 7 annual feasts should be celebrated in these 3 festival seasons. അതിൽ 2 എണ്ണം, ഇനി വേണമെങ്കിൽ 3 എണ്ണമെന്ന് പറയാം, പെസഹായും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളും കൂടെ ഒരുമിച്ച് ആചരിക്കുന്നതാണ് നമ്മൾ ഇന്നലെ യെഹെസ്കേൽ പ്രവചനത്തിൽ കണ്ടത് 45-ാം അധ്യായത്തിൽ. Ezekiel 45:21-25. Yesterday we saw that the Passover feast
will be celebrated along with 1 week the feast of unleavened bread. ഇപ്പൊ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളും പെസഹായും ഒരുമിച്ചാണ് ആചരിക്കുന്നത്. ആ അർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ 3 ഉത്സവങ്ങൾ എന്ന് പറയാം. കാരണം എപ്പോഴും പെസഹയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളും ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത്. അതെവിടെയും ആഘോഷിക്കുന്നതായിട്ട് കാണുന്നത് കൊണ്ട് വേണമെങ്കിൽ 3 ഉത്സവങ്ങൾ ആചരിക്കപ്പെടും എന്ന് നമുക്ക് പറയാം. അതായിരുന്നു നമ്മൾ ഇന്നലെ ഏറ്റവും ഒടുവിലായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. മുമ്പേ പറഞ്ഞതുപോലെ അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശം മുഴുവനും ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്കുമായി വിഭജിച്ച് നൽകും. അതിന് പുറത്തായിരിക്കും ജാതികൾ പാർക്കുന്നത്. അവർക്കും എല്ലാ ജാതികൾക്കും യെരുശലേം ദേവാലയം പ്രാർത്ഥനാലയമായിട്ട് മാറും. അതുകൊണ്ട് സകല ജാതികളും ദൈവത്തെ ആരാധിക്കുന്നതിനായിട്ട് അന്ന് യെരുശലേമിലേക്ക് വരും. സ്തോത്രം. അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞത് ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ ഇവരുടെ അനുസരണം വെളിവാക്കാനും തെളിവാക്കാനും വേണ്ടിയാണ്. God's presence will be everywhere, even in the millennium. But for offer sacrifices, people will have to go up to Jerusalem. As we saw yesterday, it is for demanding their obedience in action. Obedience in action. അവരുടെ അനുസരണം ഉറപ്പാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ ഒക്കെ ആയി എങ്കിൽ നമുക്ക് സഹസ്രാബ്ദത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് അടുത്ത ഭാഗത്തേക്ക് നീങ്ങാം. ശരി, മറ്റ് ചോദ്യങ്ങളില്ല എങ്കിൽ നമുക്ക് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. Let's come back to Revelation chapter 20, and we are concluding the thoughts about millennium here. ഒന്നും കൂടെ നമുക്ക് വെളിപ്പാട് 20-ന്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കാം. 20 verses 1, 2 and 3 please once again. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിനുശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. Here in this chapter we see the reign of the Lamb is instituted. കുഞ്ഞാടിന്റെ രാജത്വം ഇവിടെ ആരംഭിക്കുകയാണ്. കുഞ്ഞാടിന്റെ രാജത്വം നമ്മൾ കണ്ടത് പഠിച്ചത് 19-ാം അധ്യായത്തിന്റെ അവസാനത്തോടുകൂടെ
യേശു കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അർമഗദ്ദോൻ യുദ്ധത്തിൽ എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും അവന്റെ സംഘം ചേർന്ന സകല മനുഷ്യരെയും നിഗ്രഹിച്ച് അതിൽ കള്ളക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും നരകത്തിലേക്ക് തള്ളിയിടുന്നു. ബാക്കിയുള്ളവരെയൊക്കെ കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഇരുവായ്ത്തല വാളാൽ കൊല്ലുന്നു. എന്നിട്ട് ഇനിയും ഭരണം കർത്താവ് ഏറ്റെടുക്കുക. Here by the end of chapter 19, God erasing, demolishing, removing the human governments. അന്തിമ ലോക മനുഷ്യ ഭരണകൂടത്തെ ദൈവം നീക്കിക്കളയുകയാണ് 19-ാം അധ്യായത്തിന്റെ അവസാനത്തോടുകൂടെ. എന്നിട്ട് ഭരണം ക്രിസ്തു ഏറ്റെടുക്കും. ഭരണം ക്രിസ്തു ഏറ്റെടുക്കും. അതിന്റെ ഭാഗമായി ആദ്യം കർത്താവ് ചെയ്യുന്നത് റിമൂവൽ ഓഫ് സൈറ്റൻ. The initial incident or initial thing Christ institutes in his kingdom, in his reign, is binding the devil for 1,000 years. ദൈവത്തിന്റെ ശത്രുവായ പിശാചിനെ അടച്ചുപൂട്ടുക. ഇതാണ് യേശുക്രിസ്തുവിന്റെ രാജ്യത്വം ഏറ്റെടുത്ത് കഴിഞ്ഞ് ആദ്യം ചെയ്യുന്ന പരിപാടി. അതാണ് നാം ഇവിടെ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങളിൽ വായിച്ചത്. That was what we read from chapter 20 verses 1 through 3. അപ്പോൾ കർത്താവ് ഭരണം ഏറ്റെടുക്കുന്നു, ശത്രുവിനെ നീക്കും. സ്തോത്രം. So Jesus establishes his kingdom, and first of all he does binding the devil for 1,000 years. Stotram. So here we see a great chain. ഒരു വലിയ ചങ്ങല കാണാം നമുക്കിവിടെ. Later on from verses 4 onwards we can see a great resurrection. ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പാണ് നാം രണ്ടാമത് കാണുന്നത്. 6-ാമത്തെ വാക്യത്തിൽ അല്ലെങ്കിൽ 4 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളിൽ. അത് കഴിയുമ്പോൾ നാം കാണുന്നത് 4-ാമത്തെ വാക്യത്തിൽ എ ഗ്രേറ്റ് റെയിൻ, കർത്താവിന്റെ ഒരു വലിയ ഭരണം സ്ഥാപിക്കുന്നതാണ്. സ്തോത്രം. പിന്നീട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നത് വേഴ്സസ് 7 to 10, എ ഗ്രേറ്റ് റിവോൾട്ട്. അപ്പോൾ 1 തൊട്ട് 3 വരെ വലിയ ചങ്ങല സാത്താനെ ബന്ധിക്കുവാൻ വേണ്ടി. 6-ാമത്തെ വാക്യത്തിൽ എ ഗ്രേറ്റ് റിസറക്ഷൻ, ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പ്. 4-ാം വാക്യത്തിൽ എ ഗ്രേറ്റ് റെയിൻ, ഒരു വലിയ വാഴ്ച അല്ലെങ്കിൽ ഭരണമാണ് നാം കാണുന്നത്. 7 തൊട്ട് 10 വരെ എ ഗ്രേറ്റ് റിവോൾട്ട്, ഒരു വലിയ സംഘർഷമാണ് അവിടെ, വലിയ പ്രതിരോധമാണ്, ഒരു യുദ്ധമാണ് നാം അവിടെ കാണുന്നത്. സ്തോത്രം. ഒരു വലിയ യുദ്ധം 7 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സ്തോത്രം. 11-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നത് ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ. 11 മുതൽ
From 11 onwards, great white throne. ഒരു വലിയ വെള്ള സിംഹാസനം അല്ലെങ്കിൽ വലിയ വെള്ള സിംഹാസന ന്യായവിധി നമുക്കവിടെ കാണാം. നമ്മളിത് പഠിച്ചതാണ്, ഒന്നും കൂടെ മറ്റൊരു രീതിയിൽ ക്രോഡീകരിച്ചു എന്നേ ഉള്ളൂ. സാത്താനെ ബന്ധിക്കുന്നു. ഇരുപതിന്റെ 1 തൊട്ട് 3 വരെ നമ്മൾ കണ്ടു, സാത്താനെ ബന്ധിക്കുന്നു. അവിടെയും സാത്താനെ കർത്താവ് നശിപ്പിച്ചു കളയുന്നില്ല, ഇല്ലാതെയാക്കുന്നില്ല. ഇല്ലാതാക്കുന്നില്ല. എന്നാൽ അവനെ 1000 ആണ്ടേക്ക് ഒറ്റയ്ക്ക് ചങ്ങലക്കിട്ട് മാറ്റി നിർത്തുക. എന്തിനു വേണ്ടിയാണെന്ന് കണ്ടു. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് chaining the devil? To repent and come back. No. 1000 ആണ്ട് ദൈവത്തിന്റെ സമാധാനത്തോടെ ഭരിക്കുവാൻ. അപ്പോൾ ഒരു ചോദ്യം, സാത്താൻ കർത്താവിന്റെ സമാധാനം കെടുത്തുന്നുണ്ടോ? Is the devil a threat to God? In Pastor, in 20 verse 3, it's written like this, that to keep him from deceiving the nations anymore until the 1,000 years ended. Yes, absolutely. 21ന്റെ 3-ാമത്തെ വാക്യം ഒന്നും കൂടെ ഒന്ന് വായിച്ചു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിക്കുവാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ടു, അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിന്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകും. അപ്പൊ എന്താ ഉദ്ദേശം അവനെ ബന്ധിക്കുന്നതിന്റെ? ജാതികളെ വഞ്ചിക്കാതിരിക്കാൻ. ജാതികളെ വഞ്ചിക്കാതിരിക്കുക. സ്തോത്രം. ദൈവത്തിന് സമാധാനത്തോടെ ഭരിക്കാനോ, സാത്താൻ നമ്മുടെ കർത്താവിനൊരു ഭീഷണി ആയതുകൊണ്ടോ ഒന്നുമല്ല. നമ്മൾ 12-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ കണ്ടിരുന്നു, സാത്താന്റെ ഒരു പേര് ഭൂലോകത്തെ ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്നു. ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്നവൻ. 12:9 we see a name of the devil, one who, what does he do? The deceiver of the whole world. Deceiver of the entire world. Satan is the deceiver of the humanity. God doesn't have any threat from the devil. That's why all through these millenniums, God let him freely. Whatever you can, you do. ഇത്രയും കാലവും സാത്താനെ ബന്ധിക്കാതെ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് അവനെ പ്രവർത്തിക്കുവാൻ നമ്മുടെ കർത്താവ് അനുവദിച്ചത് തന്നെ അവന്റെ യാതൊരു പ്രവൃത്തിയാലും ദൈവത്തിന് ഒരു ദോഷവുമില്ല, ഒരു ഭീഷണിയുമില്ല എന്നത് തന്നെയാണ്. സാത്താനെ കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും ദോഷമോ ഭീഷണിയോ ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ദൈവമല്ല കേട്ടോ. ഓക്കെ, if God experiences any threat from the devil,
then our God is not worthy to be God. പിന്നെ നമ്മുടെ ദൈവം ദൈവമായിരിക്കാൻ യോഗ്യനായിരിക്കില്ല. സാത്താനെ കൊണ്ട് ഭീഷണി, സാത്താനെ കൊണ്ട് ദൈവം പൊറുതിമുട്ടുക, ഇല്ല. ജാതികളെ വഞ്ചിക്കാതിരിക്കുവാൻ, ജാതികളെ വഞ്ചിക്കാതിരിക്കാൻ, അതാണ് അവനെ 1000 ആണ്ടേക്ക് ചങ്ങലയിടുന്നതിന്റെ അല്ലെങ്കിൽ അഗാധ കൂപത്തിൽ തള്ളുന്നതിന്റെ ലക്ഷ്യം. This is the very purpose of binding him for 1000 years. എന്തെങ്കിലും ചോദ്യം 1 തൊട്ട് 3 വരെ ഉള്ളതിൽ നിന്നുണ്ടോ? ഇല്ല. സ്തോത്രം. നമ്മൾ വായിച്ചു വിടുകയാണ്. 4 to 6 ഒന്നും കൂടെ വായിച്ചോളൂ. 4 തൊട്ട് 6 വരെ. വേഗത്തിൽ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരും ആയവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു. അവരുടെ മേൽ 2ാം മരണത്തിന് അധികാരം ഇല്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. സ്തോത്രം. ഇത്രയും വാക്യങ്ങളിൽ നിന്നാണ് നമ്മൾ മരിച്ചവരുടെ പുനരുത്ഥാനങ്ങൾ, ന്യായവിധികൾ, 1000 ആണ്ട് വാഴ്ച എന്നീ കാര്യങ്ങൾ പഠിച്ചത്. Okay, from these verses we learned about different judgments, then different resurrections and millennium. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഭാഗത്തു നിന്നാണ് പഠിച്ചത്. ആ ഭാഗങ്ങളെക്കുറിച്ചും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അവിടവും വിട്ടടുത്ത ഭാഗങ്ങളിലേക്ക് പോകാം. നമ്മൾ പ്രത്യാശിക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്നും ക്രിസ്തുവിൽ ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും എന്നുമാണ്. സ്തോത്രം. അതുകൊണ്ട് മരണത്തിലും നമുക്ക് ഭയമില്ലാതിരിക്കുന്നു. നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിന് ആധാരം കർത്താവായ യേശുവിന്റെ ഉയർപ്പാണ്. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. പഴയ നിയമ വിശുദ്ധന്മാരിൽ പലരുടെയും ശരീരങ്ങൾ ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശുവിന്റെ വരവിങ്കൽ ദൈവസഭയിലെ വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കും. അത് കഴിഞ്ഞിട്ടുള്ള ഉയർപ്പ് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? യേശുക്രിസ്തു, പിന്നെ പഴയ നിയമ വിശുദ്ധന്മാർ 3, കൂടെ വരുന്നില്ല. Great Tribulation saints.
അല്ല. ദൈവസഭയുടെ ഉയർപ്പ്. ദൈവസഭ, വിശുദ്ധന്മാർ. നാലാമത് മഹാപീഡന വിശുദ്ധന്മാർ. അല്ല, അതിന് മുമ്പ് ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ. എന്തോ കേട്ടില്ല സിസ്റ്ററെ. ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ. ഇല്ല, ഉയർത്തെഴുന്നേൽപ്പിന്റെ ചോദിച്ചത്. സഭയുടെ ഉയർത്തെഴുന്നേൽപ്പിൽ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ ഉയർപ്പിൽ ജീവനോടിരിക്കുന്നവരുടെ രൂപാന്തരവും നടക്കും. ഒന്നും തിരിഞ്ഞില്ലെങ്കിലേ. അതിനുശേഷം മഹോദരവകാലത്ത് എന്തോ മഹോദരവകാലത്ത് ഞാൻ ചോദിച്ചത് മരിച്ചവരുടെ പുനരുത്ഥാനം അല്ലയോ അതിനുശേഷം നടക്കുന്നതെന്ന്. അല്ല, മരിച്ചവരുടെ പുനരുത്ഥാനം അല്ല, അല്ല. പിന്നെ നടക്കുന്നത് 11-ാം അധ്യായത്തിലെ 2 സാക്ഷികളുടെ ഉയർത്തെഴുന്നേൽപ്പ്. I was about to say the 2 witnesses. Yes, 2 witnesses. അത് കഴിഞ്ഞ് 5-ാമതായിട്ട് നമ്മൾ കണ്ടത് ഇപ്പോൾ ഇവിടെ 4-ാം വാക്യത്തിൽ വായിച്ച മഹാപീഡനകാല വിശുദ്ധന്മാർ. ഓക്കെ, ക്രൈസ്റ്റ്, Old Testament saints, then the rapture of the church, then 2 witnesses, fifthly the tribulation saints, and 6th is the resurrection of all the dead. 6-ാമത്തേതാണ് സകല മരിച്ചവരുടെയും ഉയർപ്പ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതൊന്ന് ക്രോഡീകരിച്ചങ്ങ് പോകുന്നേ ഉള്ളൂ, വിശദീകരിക്കുന്നൊന്നുമില്ല. ഇങ്ങനെ തരം തിരിച്ചാൽ നമുക്ക് 6 ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഘട്ടങ്ങളെ കാണാം. ആവർത്തിക്കണ്ടല്ലോ, നമ്മൾ പഠിച്ചതാണിതല്ല. സ്തോത്രം. ശരി, അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പുകൾ, അതായത് പുനരുത്ഥാനങ്ങൾ, ന്യായവിധികൾ, സഹസ്രാബ്ദം എന്നിവ ഈ ഭാഗങ്ങളിൽ നിന്നും നമ്മൾ പഠിച്ചു. അപ്പോൾ 6 വരെയുള്ള വാക്യങ്ങളിൽ മറ്റെന്തെങ്കിലും? ഒന്നുമില്ലെങ്കിൽ 7 to 10 നെക്സ്റ്റ്, 7 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ്, മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്തുനിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. സ്തോത്രം. ഇവിടെയാണ് നാം കാണുന്നത് ദ ഗ്രേറ്റ് റിവോൾട്ട്. സാത്താന്റെ നേതൃത്വത്തിലുള്ള ഏറ്റവും വലിയ പ്രതിഷേധമെന്നോ എതിർപ്പെന്നോ ഒക്കെ നമുക്ക് കാണാം.
നമ്മൾ 20:3 കണ്ടു സാത്താനെ എന്തിനു വേണ്ടിയാണ് 1000 ആണ്ടേക്ക് ബന്ധിച്ചതെന്ന്. ഇവിടെ 7-ാം വാക്യത്തിൽ നാം കാണുന്നു, 3-ാം വാക്യത്തിൽ കാണുന്നത് പോലെ അതിന്റെ പൂർത്തീകരണം അല്പകാലത്തേക്ക് അവനെ അഴിച്ചുവിടുന്നു. അല്പകാലത്തേക്ക് അവനെ അഴിച്ചുവിടും. എന്തിനായിരുന്നു അവനെ ബന്ധിച്ചത്? ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ. ഇപ്പോൾ എന്തിനാണ് അവനെ അഴിച്ചുവിടുന്നത്? അല്ലെങ്കിൽ അവനെ അഴിച്ചുവിടുമ്പോൾ അവൻ എന്ത് ചെയ്യും? ജാതികളെ വഞ്ചിക്കും. അവന്റെ കുലത്തൊഴിൽ, അവൻ ജാതികളെ വഞ്ചിക്കും. അതാണ് നാം 7 തൊട്ടുള്ള വാക്യങ്ങൾ കണ്ടത്. അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിട്ടു. അഴിച്ചുവിട്ടപ്പോൾ അവൻ ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചു. അവൻ ആത്മരൂപിയായതുകൊണ്ട് ഇവിടെയെല്ലാം പോകാൻ അവന് അല്പസമയം മതി. അവൻ ഊടാടി സഞ്ചരിച്ച് ഒരു വലിയ ജനതയെ ക്രിസ്തുവിന് എതിരാക്കും. ചിലപ്പോ അവൻ തന്നെ ചിന്തിക്കും, യേശുവേ, 1000 കൊല്ലം കൊണ്ട് നിനക്ക് പറ്റാഞ്ഞത് ഞാൻ ഇപ്പം നിമിഷ നേരം കൊണ്ട് ചെയ്ത് കാണിക്കാം. അത് കാണുന്ന മനുഷ്യന്മാർ വേണമെങ്കിൽ യേശുവിനെ വിട്ടിട്ട് അവങ്കിലേക്ക് തിരിയുകയും ചെയ്യും. ഇന്നലെ ഒരു ദൈവദാസൻ എന്നോട് അദ്ദേഹത്തിന്റെ സ്വകാര്യമായ ഒരു ദുഃഖം പങ്കുവച്ചു. അദ്ദേഹത്തിന്റെ രഹസ്യമൊന്നും ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്തുകയല്ല, അങ്ങനെയുള്ള രഹസ്യമല്ല. എന്നാൽ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ജോലി രാജിവെച്ചിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. വെറും സാധാരണക്കാരായ ജനത്തിന്റെ ഇടയിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. ഒരു ചെറിയ കൂട്ടം അദ്ദേഹത്തിന്റെ വീട്ടിൽ കൂടി വരാറുണ്ട്. ഇന്നലെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു, പക്ഷേ ചിലപ്പോഴൊക്കെ അങ്ങ് തോന്നിപ്പോകും നമ്മൾ ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന്. എന്താ പറഞ്ഞു? ഇന്ന് നമ്മളെക്കാൾ താമസിച്ച് സുവിശേഷ വേല തുടങ്ങിയവരും സഭകളുമൊക്കെ അങ്ങ് മെഗാ ചർച്ചകളായിട്ട് മാറി. ഇഷ്ടം പോലെ ആള് കൂടും, അത്ഭുതങ്ങൾ നടക്കുന്നു, ദൂരെ ദൂരെ നിന്ന് ആൾക്കാർ വരുന്നു, പണം കുമിഞ്ഞുകൂടുന്നു. അവര് ഹോളോ ഓഡിറ്റോറിയമോ ഒക്കെ വാടകയ്ക്കെടുക്കുന്നു, ലീസിനെടുക്കുന്നു, വാങ്ങിക്കുന്നു. നമ്മുടെ കയ്യിൽ ഇതൊന്നുമില്ല. കുറച്ച് വിശ്വാസികൾ ഇങ്ങനെ വരും പോകും, അത്രേ ഉള്ളൂ. എന്നാൽ മറ്റേടത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു. നമ്മളതൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ആ സമയത്ത് അദ്ദേഹത്തോട്, ഞായറാഴ്ച ഒരാൾ എന്നോട് പറഞ്ഞ കാര്യം പറഞ്ഞു. ഇത് ചൊവ്വാഴ്ചത്തെ കാര്യം, ഇന്നലത്തെ കാര്യം. ഞാൻ അദ്ദേഹത്തിന്റെ ആ ദുഃഖത്തിനും സംശയത്തിനും മറുപടിയായിട്ട് പറഞ്ഞത്, ഞായറാഴ്ച ഒരാൾ എന്നോട് പറഞ്ഞ കാര്യം. അതും ഇതുമായിട്ട് ബന്ധപ്പെട്ട തന്നെ, അല്ലാതെയുള്ള രഹസ്യങ്ങളൊന്നുമല്ല. അദ്ദേഹത്തിന് ഉപജീവന മാർഗത്തിന്റെ ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കർത്താവിന്റെ വേല പല സംസ്ഥാനങ്ങളിൽ പോയി ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു അത്ഭുത രോഗശാന്തി ലഭിച്ചയാളാണ്. അദ്ദേഹം എവിടെ പോയി പ്രാർത്ഥിച്ചാലും ആൾക്കാർ സുഖമാകും. അങ്ങനെ പലയിടത്തും പ്രാർത്ഥനാ കൂട്ടങ്ങളൊക്കെ തുടങ്ങി, പ്രവചിക്കുകയും ഭൂതശാന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ദൈവദാസൻ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പ്രായമൊക്കെ ആയി. ഞായറാഴ്ച ഞങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പാസ്റ്ററെ,
ഇന്ന സംസ്ഥാനങ്ങളിൽ, സ്റ്റേറ്റ്സിൽ ഞാൻ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ബിസിനസ് ചെയ്ത് ഉണ്ടാകുന്ന പണം അത് ഞാൻ ചിലവഴിച്ച് സുവിശേഷ വേല ചെയ്യാറുണ്ടായിരുന്നു. ഒത്തിരി രോഗികൾ സൗഖ്യമായി, അത്ഭുതങ്ങൾ നടന്നു. പക്ഷെ അദ്ദേഹം വേദനയോടെ പറഞ്ഞു, ഇതൊക്കെ നടന്നെങ്കിലും പ്രത്യേകിച്ച് ആരും മാനസാന്തരപ്പെട്ടില്ല. എനിക്ക് വളരെ വേദന തോന്നി, വളരെ വേദന തോന്നി. അത്ഭുതങ്ങൾ നടന്നു, ക്യാൻസർ രോഗങ്ങൾ സൗഖ്യമായി, അതുപോലെയുള്ള മാരക രോഗങ്ങൾ വിട്ടുമാറി. ഭയങ്കര സന്തോഷമായ ആൾക്കാർക്ക്, പ്രാർത്ഥിച്ച നമുക്കും സന്തോഷമായി. പക്ഷേ മാനസാന്തരം നടന്നില്ല. സ്തോത്രം. മാനസാന്തരപ്പെട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭരണം, 1000 വർഷം നീണ്ടുനിന്ന ഭരണം. പക്ഷേ യേശുക്രിസ്തുവിന് 1000 വർഷം കൊണ്ട് സ്വാധീനിക്കാൻ കഴിയാതിരുന്ന ഹൃദയങ്ങളെ നിമിഷ നേരം കൊണ്ട് സാത്താൻ വഞ്ചിച്ച് അവന്റെ പക്ഷത്ത് ചേർക്കുന്നു. ഇവിടെ സാത്താൻ മാറി നിന്ന് അവകാശം പറയാം, യേശുവിനേക്കാൾ സ്വാധീനമുള്ളയാള് ഞാനാണ്. 1000 ആണ്ടത്തെ പരിപാടി, യേശുവിന്റെ 1000 കൊല്ലത്തെ പരിപാടി ഞാൻ നിമിഷ നേരം കൊണ്ട് ഉടച്ചു കളഞ്ഞു എന്ന് അവൻ അവകാശം പറയാം. പക്ഷേ അതാണോ വാസ്തവം? അതിന്റെ കൂടെ നിങ്ങൾ ഉണ്ടെന്നാ കരുതുന്നേ? അല്ല. സ്തോത്രം. ഇന്നും നാം സഭകളിലൊക്കെ നോക്കിയാൽ ഇത് കാണാൻ പറ്റും. അത്ഭുതങ്ങളും അടയാളങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇപ്പൊ ലോട്ടറി എടുത്ത് കൊടുക്കുന്ന സഭകൾ വരെ ഉണ്ട് കേട്ടോ. ലോട്ടറി ടിക്കറ്റ്, ഏത് നമ്പറിന് സമ്മാനം കിട്ടുമെന്ന് വരെ പറഞ്ഞു കൊടുത്ത് വിശ്വാസികളെ സമ്പന്നന്മാരാക്കുന്ന ന്യൂ ജനറേഷൻ പ്രവാചകന്മാരും പാസ്റ്റർമാരും പ്രസംഗകരും സഭകളൊക്കെ ഉണ്ട്. പിന്നെ പാസ്പോർട്ടിൽ വീസ അടിച്ചു കൊടുക്കുന്ന സഭകളുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അവിടെ പോകുന്നവര് പാസ്പോർട്ടും കൊണ്ടാ പോകുന്നത്. തമാശ പറഞ്ഞതല്ല, യൂട്യൂബിൽ ഇതൊക്കെ കിടപ്പുണ്ട്. ഞാൻ കണ്ട കാര്യങ്ങളാ പറയുന്നത്. പാസ്പോർട്ടും കൊണ്ട് ചെല്ലാഞ്ഞ കാരണത്താൽ വീസ അടിക്കാതെ പോയ കേസുകളുണ്ട്. അതുകൊണ്ട് പിന്നീട് പോകുമ്പോൾ പാസ്പോർട്ടും കൊണ്ടേ പോകും. കാരണം എപ്പോഴാ വീസ അടിക്കാൻ ദൈവത്തിന് തോന്നുന്നെന്ന് അറിയത്തില്ലല്ലോ. അന്നേരം ഈ പ്രവാചകൻ മേടിക്കും, എല്ലാവരുടെ മുമ്പിൽ മേശപ്പുറത്ത് വെച്ച് ഒരടി അടിക്കും. ആ പുള്ളി അടിച്ചെങ്കിലേ പിന്നെ ഏതെങ്കിലും എംബസിയോ കോൺസുലേറ്റിലോ ഒക്കെ വീസ അടിക്കുള്ളൂ. ആദ്യം ഈ പുള്ളി അടിക്കണം. ഇങ്ങനെയുള്ള സഭകളൊക്കെ ഇന്ന് നമ്മുടെ സാക്ഷര കേരളത്തിലാണെന്നേ. നമ്മുടെ പെന്തക്കോസ്തിന്റെ ഈറ്റില്ലമായ കേരളത്തിലാണിത്. ആളുകൂടും, പക്ഷേ എന്തില്ല? ആ അപ്പച്ചൻ ദൈവദാസൻ പറഞ്ഞ കാര്യമാ. അത്ഭുതങ്ങൾ ചിലപ്പോൾ നടന്നെന്നിരിക്കും, ഒറിജിനൽ വീസ അടിച്ചെന്നിരിക്കും, മൈഗ്രേഷൻ നടന്നെന്നിരിക്കും.
വന്ധ്യത മാറിയെന്ന് വന്നേക്കാം. കാര്യമൊക്കെ ശരിയാ. പക്ഷേ മാനസാന്തരം നടക്കണം. ക്രിസ്തുവിനോടുള്ള വിധേയത്വം ഉണ്ടാകണം. യേശുക്രിസ്തുവിന്റെ നന്മകൾ അനുഭവിച്ച 1000 ആണ്ട് വസിച്ച ജനം അല്പനേരം കൊണ്ട് ക്രിസ്തുവിനെ തള്ളി സാത്താന്റെ പക്ഷം ചേരുകയാണ്. സ്തോത്രം. സാത്താന്റെ പക്ഷം ചേർന്നത്. ഇന്നലെയും ഞാൻ അതിനെക്കുറിച്ചൊരു കാര്യം പറഞ്ഞിരുന്നു. സാത്താൻ ഇല്ലാത്തത് കൊണ്ട്, സാത്താനാൽ വശീകരിക്കപ്പെടാത്തത് കൊണ്ട്, പാപം ചെയ്യാതിരിക്കുന്നവരെയും കൊണ്ട് പോകാൻ ദൈവത്തിന് ആഗ്രഹമില്ല. പാപത്തിന് അവസരമില്ലാത്തത് കൊണ്ട് പാപം ചെയ്യാത്ത വിശുദ്ധന്മാരെ സ്വർഗത്തിൽ വേണ്ട. എന്നാൽ പാപത്തിനുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ടായിട്ടും തീരുമാനത്തോടുകൂടെ ദൈവത്തിന് വേണ്ടി മാത്രം മാറി നിൽക്കുന്ന വിശുദ്ധന്മാരെ മതി സ്വർഗത്തിന്. അതുകൊണ്ട് വഞ്ചിക്കാൻ, ജാതികളെ വഞ്ചിക്കാൻ സാത്താൻ ഇല്ലാതിരുന്ന കാലത്ത്, സ്തോത്രം, ദൈവത്തോട് പറ്റി നിന്നു എന്നതുകൊണ്ട് അവരെയും കൊണ്ട് പോകാൻ കർത്താവിന് ആഗ്രഹമില്ല. കാരണം, സ്തോത്രം, ഇസ്രായേൽ മക്കളെ കുറിച്ച് പ്രവാചകൻ പറയുന്നു, അവർ ഹൃദയം കൊണ്ട് എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. സ്തോത്രം, ഹൃദയം കൊണ്ട് അകന്നിരിക്കുന്നു. അങ്ങനെയുള്ളവരെ കർത്താവിന് വേണ്ട. അതുകൊണ്ട് സാത്താനെ ഇവിടെ അഴിച്ചുവിടുന്നത്, ഇറ്റ്സ് എ ലാസ്റ്റ് ചാൻസ് ഫോർ ദ ഡെവിൾ നോട്ട് ടു റിപ്പന്റ്, but the last chance for the devil to destroy God's works and God's purposes. Second, it is the last chance for the humanity to repent and prove their loyalty, the undivided loyalty, and their undying allegiance to Christ. Praise God. സാത്താനെ അല്പകാലത്തേക്ക് എന്തിനാ അഴിച്ചുവിടുന്നേ? 2 പ്രധാന കാരണങ്ങൾ. ഒന്ന്, ദൈവത്തിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടി സാത്താന് കൊടുക്കുന്ന അവസാനത്തെ അവസരമാണ്. ദാ കിടക്കുന്നു, നിനക്കിന് ഇത്ര ദിവസങ്ങൾ അല്ലെ മണിക്കൂറുകൾ കൂടെ, നിനക്ക് ചെയ്യാവുന്നത് ചെയ്തോളൂ. അപ്പൊ ദൈവപ്രവർത്തികളെ അഴിക്കാനും ദൈവത്തിന്റെ മേൽ തൻ്റെ ആധിപത്യം, താൻ ദൈവത്തെക്കാൾ വലിയവനാണെന്ന് തെളിയിക്കാനും സാത്താന് കൊടുക്കുന്ന അവസാനത്തെ അവസരമാണിത്. പക്ഷേ അവൻ അവിടെ പരാജയപ്പെടുന്നു. 2, മാനസാന്തരപ്പെട്ടിട്ടില്ലാത്ത മനുകുലത്തിന്, മനുഷ്യർക്ക് കർത്താവ് കൊടുക്കുന്ന അവസാനത്തെ അവസരമാണ്. എന്തിനു വേണ്ടി? മാനസാന്തരപ്പെടാൻ, ക്രിസ്തുവിനോടുള്ള അവിഭജിതമായ വിധേയത്വത്തെ വെളിപ്പെടുത്തുവാൻ. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? സ്തോത്രം. Let us prepare ourselves and let's prove our undivided loyalty to the Lord and undying allegiance with Christ. നമുക്ക് ഈ നാളുകളിൽ ക്രിസ്തുവിനോടുള്ള അവിഭജിതമായ വിധേയത്വവും, സ്തോത്രം, അമർത്യമായ സഖ്യതയും വെളിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന നിത്യഭവനത്തിനായി ഒരുങ്ങാം. അതിനായി ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.